ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അതാണ് ഈ 15-ാം അധ്യായത്തിന്റെ വിശദമായിട്ടുള്ള ചർച്ച. അങ്ങനെ ഈ 24 തത്വങ്ങളും ആണ് ഈ വിവിധങ്ങളായ ശാഖകൾ. താഴേക്ക് അതിങ്ങനെ താഴേക്ക് വ്യാപിച്ച് വരികയാണ്. ഈ 24 തത്വങ്ങളുടെ പല അളവിലുള്ളതായ കൂടിക്കലരുകൾ കൊണ്ട് 14 ലോകങ്ങൾ ഉണ്ടാകുന്നു. നമ്മളിരിക്കുന്നത് അതിന്റെ നടുക്കിയിരിക്കുന്നതായ ഭൂലോകത്തിലാണ്. മുകളിലെ ഭൂർലോക, സ്വർലോക, മഹർലോക, ജനലോക, തപോലോക, സത്യലോകങ്ങൾ. ഈ 14 ലോകങ്ങളിൽ ഏറ്റവും മുകളിലുള്ളത് സത്യലോകം. അവിടെയാണ് ബ്രഹ്മാവിന്റെ സ്ഥാനം. പിന്നെ ഭൂലോകത്തിന് താഴെയായിട്ട് അതലം, വിതലം, സുതലം, പിന്നെയോ തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഇങ്ങനെ 7 തലങ്ങൾ, അത് തലങ്ങൾ. ഇങ്ങനെ 14 ലോകങ്ങൾ. 14 കൂടി ചേർത്ത് 14 ലോകം നമ്മൾ പറയും. ഇതിന് വേണമെങ്കിൽ 3 ലോകം എന്നും പറയും. ഈ താഴോട്ടുള്ള തലങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു ലോകം. പിന്നെ ഭൂമി ഒരു ലോകം, ഭൂമിക്ക് മുകളിലുള്ള 6 ഒരു ലോകം. അങ്ങനെ 3 ലോകങ്ങൾ എന്നും പറയും. അങ്ങനെ ഈ 14 ലോകങ്ങൾ, അതാണ് ഈ വൃക്ഷത്തിന്റെ ശാഖകൾ. ആ ശാഖകളില് ചില്ലകൾ ധാരാളമായിട്ട്, ആ ചില്ലകളിൽ ധാരാളമായിട്ട് ഇലകൾ. ആ ഇലകളാണ് ഛന്ദസ്. ഇങ്ങനെയുള്ളതായ ഈ പ്രപഞ്ചത്തെ, പരമാത്മാവിനുണ്ടായി പരമാത്മാവിൽ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ ആരാണോ ഈ പ്രകാരത്തില് നേരിട്ട് ഭംഗിയായി അറിയുന്നത്, സവേദവിത്, അവനാണ് അറിയേണ്ടത്, അറിഞ്ഞവൻ, പരമാത്മാവിനെ അറിഞ്ഞവൻ. അധശ്ചോർധം പ്രസൃതസ്തസ്യ ശാഖാഃ ഗുണപ്രവൃദ്ധാഃ വിഷയപ്രവാളാഃ അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. തസ്യ ശാഖാഃ, അതിന്റെ ശാഖകൾ, ഈ പ്രപഞ്ചമാകുന്ന അരയാലിന്റെ ശാഖകൾ ഇങ്ങനെ താഴേക്ക് പല തലങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്നു. ആ ശാഖകളാണ് നേരത്തെ പറഞ്ഞ് കേൾപ്പിച്ചത്. അതെങ്ങനെയാ വളരുന്നത്? ഗുണപ്രവൃദ്ധ, ഗുണങ്ങളെ കൊണ്ട് വളരുന്നവയാണ്. സത്വം, രജസ്, തമസ് എന്നുള്ളതായ ഗുണങ്ങളെ കൊണ്ട് വളരുന്നവയാണ്. ആ ഗുണങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ശാഖകൾ പെരുകിക്കൊണ്ടിരിക്കും. ആ ശാഖകളിൽ ഉണ്ടാകുന്നതായ ലോകങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. ആ ലോകങ്ങളിൽ ഉണ്ടാകുന്നതായ അനുഭവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗുണങ്ങളാൽ, സത്വരജസ് തമസ്സുകളാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ള സൂചന അതിനകത്തുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഗുണങ്ങളുടെ പിടിയിൽ പെട്ടുപോയിട്ട് നിൽക്കടന്ന് കറങ്ങും. രാവണൻ കോട്ടയിൽ നിന്ന് പുറത്തെയാടാൻ കഴിയാതെ കറങ്ങുന്നത് പോലെ. ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിന്റെ ചങ്ങലയെ മനസ്സിലാക്കി ഒഴിഞ്ഞ് ചങ്ങല പൊട്ടിച്ച് അപ്പുറത്തേക്ക് ചാടാൻ പറ്റൂ. നമുക്ക് ഇനി ചങ്ങല പൊട്ടിച്ച് അപ്പുറത്തേക്ക് ചാടണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. അതുകൊണ്ട് ഇതിനെ വളർത്തുന്നതാണ് ഗുണങ്ങളാണ് എന്ന് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചു. ശ്രദ്ധിക്കണം, ശത്രു ഇരിക്കുന്നത്, ബന്ധനം ഇരിക്കുന്നത് എവിടെയാണ് എന്ന്. പിന്നെയോ വിഷയപ്രവാളാഹ, പ്രവാളങ്ങൾ, തളിരിലകൾ, അതാണ് വിഷയങ്ങൾ. തളിരിലകൾ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നവയാണ്. വളരെ മനോഹരമാണ്, നല്ല വർണ്ണങ്ങളോട് കൂടിയതാണ്. എന്നാൽ മാത്രമല്ല മിക്ക തളിരുകളും നല്ല മധുരമാണ്. ഇത് മാത്രമല്ല സുഗന്ധിയാണ്. കാടില് വസന്തം അടുത്തു വരുമ്പോഴേക്കും കാട് മുഴുവൻ ഇങ്ങനെ തളിർക്കും. മിക്ക വൃക്ഷങ്ങളും വസന്ത ഋതുവില് തളിർക്കും. എന്താ പൂവണിയാൻ പോവാണ്.
അങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ കാട് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ വളരെയേറെ മനോഹരിയാണ്. ആരുടെ മനസ്സിനെ അത് വശീകരിക്കും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ഈ ഗുണങ്ങള് നമ്മെ ബന്ധിക്കാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതായ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, അനുഭവ വസ്തുക്കൾ. അതാണ് പ്രവാളങ്ങൾ എന്ന് തന്നെ അതിനെ പറഞ്ഞത്. നമ്മെ വശീകരിക്കുന്ന വിവിധ അനുഭവങ്ങൾ ഇതുള്ളതാണ് ഈ പ്രപഞ്ചം. അധശ്ചോർധം പ്രസൃതസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാളാഃ അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ നേരത്തെയുള്ള വേര് കൂടാതെ നമ്മുടെ ജീവിതത്തില് ധാരാളം കർമ്മവാസനകൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് കർമാനുബന്ധികളായിരിക്കുന്ന നാം ഇത് ഞാൻ ചെയ്യുന്നു, ഇതിന് ഇന്ന ഫലം വേണം എന്നുള്ളതായ അഹങ്കാരത്തോടുകൂടി നാം ചെയ്യുന്നതായ കർമ്മങ്ങൾ നമ്മുടെ ഉള്ളില് വാസനകൾ സൃഷ്ടിക്കുന്നു. ആ വാസനകൾ ബന്ധനങ്ങളാണ്, ചങ്ങലകളാണ്. ആനച്ചങ്ങലയെക്കാളും ബലമേറിയ ചങ്ങലകളാണ്. അതാണ് നമ്മെ ബന്ധിച്ചിടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബന്ധനത്തിന് അപ്പുറത്തേക്ക് ചാടാൻ പ്രയാസം. ഈ വാസനകളെ സൃഷ്ടിക്കുന്നത് നമ്മളാണ്. അഹന്തയോടുകൂടി ഞാനിത് ചെയ്യുന്നു എന്നുള്ള വിചാരത്തോടുകൂടി ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെതായ വാസന ഉണ്ടായി കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ വാസനയ്ക്ക് അടിമയാണ്. വാസന ഉണ്ടാക്കുന്നത് നമ്മളാണ്. ഓരോരോ വാസനകൾ ഉണ്ടാക്കുന്നത് നമ്മളാണ്. അത് കഴിഞ്ഞ് ആ വാസനയ്ക്ക്, നാം ഉണ്ടാക്കിയ വാസനയ്ക്ക് നാം അടിമയായി തീരുന്നു. ഇത് ഈ ജന്മത്തിൽ മാത്രമല്ല, എത്രയോ ജന്മങ്ങൾ കടന്നിരിക്കുന്നു. ഈ കടന്നു വന്ന ജന്മങ്ങളിലെല്ലാം നമ്മൾ ഇങ്ങനെ നിരന്തരം ആയിരക്കണക്കിന് വാസനകൾ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അതെല്ലാം നമ്മെ ഈ വൃക്ഷത്തില് പിടിച്ച് ബന്ധിച്ചിടുന്നതായ വേരുകളാണ്. നാം സൃഷ്ടിച്ച കർമാനുബന്ധികളായിരിക്കുന്ന ആ വേരുകൾ. അത് ഈ വേരിന്റെ, തായ്വേരിന്റെ, ഈ പ്രപഞ്ചമാകുന്ന ഈ അശുദ്ധത്തിന്റെ വേരിന്റെ തൊട്ട് ചേർന്ന് തൊട്ടു താഴെയായി ഈ വാസനാതലത്തിൽ, അവ്യക്തത്തില് വ്യാപിച്ചു നിൽക്കുന്നു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടിക്ക് സ്വാഭാവികമായിട്ടുള്ള അതിന്റെ ആ വേര് കൂടാതെ കണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ ബന്ധിക്കാനായിട്ട് അനേക ജന്മങ്ങളിലൂടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതായ വേരുകളും ഉണ്ട്. ആ വേരുകൾ ഇതിന്റെ കൂടെ ചേർന്ന അവ്യക്തത്തിൽ, വാസനാതലത്തിൽ, കാരണം ഈ ബന്ധനങ്ങളെല്ലാം വാസനകളാണ്, വാസനാതലത്തില് ധാരാളമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇതിനെയാണ് നമുക്ക് കടക്കേണ്ടത് എന്നറിയണം. ഇനി ഇതിന്റെ പൂർണ്ണരൂപം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ഉം 4ഉം ശ്ലോകങ്ങളിൽ അത് പറയാണ്. നരൂപമസ്യേഹ തഥോപലഭ്യതേ നന്ദോ നചാതിർ നച സംപ്രതിഷ്ഠ. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ നോക്കാൻ ശ്രമിച്ചാൽ ഈ ജഗത്തിന്റെ ഈ പറഞ്ഞതായ രൂപം നമുക്ക് കാണാൻ ആവില്ല. അത് കാണണമെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കടത്തി ചെല്ലണം. അതാണ് ഈ ജഗത്തിന്റെ ഈ സമ്പൂർണമായിരിക്കുന്ന രൂപം. അതാണ് കഥ. ഈ പ്രകാരത്തില് രൂപം ന ഉപലഭ്യതയെ ലഭിക്കുകയില്ല. ഇതിന്റെ ആദ്യം ലഭിക്കില്ല, ഇതിന്റെ അന്തവും ലഭിക്കില്ല. ഈ വൃക്ഷത്തിന്റെ, പ്രപഞ്ചമാകുന്ന അശുദ്ധത്തിന്റെ നാന്തോ നചാതിർ, ഇതിന്റെ തുടക്കവും അറിയാൻ കഴിയില്ല, ഒടുക്കവും അറിയാൻ കഴിയില്ല. നച സംപ്രതിഷ്ഠ, ഇതെവിടെയാ ഉറച്ചു നിൽക്കുന്നത് അതും അറിയാൻ കഴിയില്ല. ഇവിടെ നിന്ന് ഈ പ്രപഞ്ചത്തിനകത്താ നമ്മൾ നിൽക്കുന്നേ. ഈ ത്രിഗുണങ്ങളെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന പ്രപഞ്ച പദാർത്ഥങ്ങളുടെ നടുവിലാ നിൽക്കുന്നേ. നമ്മുടെ ഈ ശരീരം ത്രിഗുണ നിർമ്മിതമാണ്. ആ ത്രിഗുണങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന അതിലെ താമസ തന്മാത്രകൾ, അത് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സ്ഥൂല പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ സ്ഥൂല ശരീരം. ഈ സ്ഥൂല ജഗത്തിലെ ആ സ്ഥൂലാംശം മുഴുവൻ അങ്ങനെയുള്ളതാണ്. താമസ തന്മാത്രകളുടെ പഞ്ചീകരണത്തിലൂടെയുണ്ടായ സ്ഥൂല പഞ്ചഭൂത പദാർത്ഥങ്ങളാണ്. അപ്പോ ഈ ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നാം നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സുകൊണ്ടാണ്. അത് സൂക്ഷ്മ പഞ്ചഭൂത നിർമ്മിതമാണ്. പിന്നെ ബുദ്ധി കൊണ്ട് അതും സൂക്ഷ്മ പഞ്ചഭൂത നിർമ്മിതമാണ്. ഞാനെന്നുള്ള അഹന്തയാണ്. ആ അഹന്തയുടെ ഈ പ്രപഞ്ചത്തിലോട്ടുള്ള പിടിയെ ജയിച്ചിട്ട് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി ഇതൊന്ന് കാണണമെന്ന് ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആ അഹന്തയും വേറൊരു
ബന്ധനമാണ്. അപ്പൊ ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥൂല ജഗത്തിന്റെയും സൂക്ഷ്മ ജഗത്തിന്റെയും നടുവിൽ നിന്നുകൊണ്ട് നാം അങ്ങനെ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഊർധ്വമൂലവും അധശാഖവുമായി നിൽക്കുന്ന ഏകമായ ഈ പ്രപഞ്ചത്തെ, ഈ അശുദ്ധത്തെ ഈ പ്രകാരത്തിൽ വർണ്ണിച്ച പ്രകാരത്തിൽ കാണാൻ കഴിയില്ല. അതിന് വേണമെങ്കിൽ ഇതിന് കടക്കണം. എന്ന് മാത്രമല്ല, ഈ അശുദ്ധത്തിന്റെ അടിസ്ഥാനം അത് എവിടെയാണോ പ്രതിഷ്ഠിതമായിരിക്കുന്നത്, സംപ്രതിഷ്ഠ എവിടെയാണോ പ്രതിഷ്ഠിതമായിരിക്കുന്നത് അതിനെയും കാണാൻ കഴിയില്ല. അത് പരമാത്മാവിലാണ് ഈ ജഗത്ത് ഉണ്ടായി നിലനിൽക്കുന്നത്. അതാണ് ഇതിന്റെ പ്രതിഷ്ഠിതമായിരിക്കുന്നതായ സ്ഥാനം. അതിനെയും കാണാൻ കഴിയില്ല. ജഗത്ത് ആ പരമാത്മാവിൽ ഉണ്ടാകുന്നു, അതിൽ നിലനിൽക്കുന്നു, അതിൽ ലയിക്കുന്നു എന്നൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാലും അതിനെ കാണാൻ കഴിയില്ല. കാണണമെങ്കിൽ എന്തു വേണം? മറ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ത്രിഗുണാത്മകമായിരിക്കുന്ന മായാകാര്യങ്ങളാണ്. സ്ഥൂല ജഗത്ത്, സൂക്ഷ്മ ജഗത്ത്, കാരണ ജഗത്ത്. ഇതാണ് ഒരു വലിയ മറ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ മറയ്ക്ക് അപ്പുറത്താണ് ആ പരമാത്മാവ്. അതുകൊണ്ട് അതിനെ അറിയണം എന്നുണ്ടെങ്കിൽ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ഏനം അശ്വത്ഥം, ഈ അശ്വത്ഥത്തിനെ, ഈ അരയാലിനെ, അത് എങ്ങനെയുള്ള അരയാലാണ്? സുവിരൂഢമൂലം, നല്ലവണ്ണം ഉറച്ച വേരോടുകൂടിയ, അതുകൊണ്ട് അതത്ര ഇളക്കാനൊന്നും പറ്റുന്നതല്ല, എളുപ്പമല്ല. അങ്ങനെയുള്ളതായ ഈ അശ്വത്ഥത്തെ, ഉറച്ച വേരുകളോടുകൂടിയ ആ അശ്വത്ഥത്തെ ദൃഢേന ചിത്വ, നല്ല ശക്തിയായിട്ട് മുറിക്കണം. ഈ അരയാലിനെ മുറിക്കണം. എങ്ങനെ? അതിനുള്ള ആയുധം എന്താണ്? അസംഗശസ്ത്രേണ, അസംഗം എന്നുള്ള ശസ്ത്രം കൊണ്ട്. അസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനോടും മാനസികമായിട്ടുള്ള മമത, ആസക്തി ഇല്ലായ്മ. സംഘം എന്നുള്ളത് ആസക്തിയാണ്, മമതയാണ്. ഇത് മമത, ഇതെന്റേത്, 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 അതാണ് മമത. അത് ആസക്തിയാണ്. എനിക്ക് അത് വേണം, ഇത് വേണം, അത് നേടണം, ഇത് നേടണം, പിന്നെ ചിലതൊക്കെ നശിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട്. ആസക്തിയുടെ പല പ്രകാരത്തിലുള്ള മായികമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് ഇതെല്ലാം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്പം, അസൂയ, ഇതെല്ലാം ഈ ആസക്തിയിൽ നിന്ന് പല പ്രകാരത്തിൽ ജീവിതത്തിലെ പല പല സന്ദർഭങ്ങളിലായിട്ട് ആവിഷ്കൃതമായി തീരും. ആ ആസക്തി നമ്മെ ബന്ധിച്ചിരിക്കുന്നു. അത് ഈ ചങ്ങലകളെ ബലപ്പിക്കുന്നു. ഈ അശ്വത്ഥത്തിന്റെ വേരിനെ ബലപ്പിക്കുന്നു. എന്താ? നമ്മുടെ ഈ ആസക്തി, പല പ്രകാരത്തിലുള്ള ആസക്തികള് പുതിയ പുതിയ നമ്മൾ തന്നെ സൃഷ്ടിച്ച വേരുകളായിട്ട് എന്ന് നേരത്തെയുള്ള ആ വേരിന്റെ താഴെ ചെന്ന് നിന്നിട്ട് ആ അവ്യക്തത്തില്, ആ മായയില് കുരുങ്ങി വീണ്ടും നമ്മെ ഉറപ്പിച്ച് കെട്ടിയിടുന്നു. അതുകൊണ്ട് ഈ വൃക്ഷത്തെ പൂർണ്ണമായിട്ടും മുറിച്ചു കളയണം. അതിനെങ്ങനെയാ? ഈ ആസക്തിയെ വെടിയണം. അതിനുള്ള ആയുധമാണ് അസംഗം, ആസക്തിയില്ലായ്മ. അതാണ് ആയുധം. അസംഗശസ്ത്രേണ, ആസക്തിയില്ലായ്മ എന്നുള്ള ആയുധം. ഈ ലോകത്തിലെ ഏറ്റവും ബലമേറിയ ആയുധം അതാണ്. നൈട്രജൻ ബോംബ് പോലും അതല്ല ബലമില്ല. ഇതിന്റെ മുന്നിൽ നിഷ്ഫലമാണ്. ഏറ്റവും ബലമേറിയ ആയുധം അത് അനാസക്തിയാണ്. അതുകൊണ്ടാണ് മഹാത്മജി ഗീതയ്ക്ക് അദ്ദേഹം ഭാഷ്യം രചിക്കുന്നുണ്ട്, വ്യാഖ്യാനം. അനാസക്തി യോഗം